നമസ്കാരം. ബി ജെ പിയുടെ ഓരോ തന്ത്രങ്ങളും വിജയിക്കുന്നു എന്ന് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത്. ഇന്ത്യ മുന്നണിയെ തകർക്കാനുള്ള ഓരോ നീക്കങ്ങളും മോദിയുടെയും അമിത്ഷായുടെയും ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോദിയുടെ പ്രവർത്തനത്തിൽ ആകർഷനായി കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകി വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പായ് സോറൻ ബി ജെ പിയിലേക്ക് ചേർന്നിക്കുമെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. അടുത്ത 2 ദിവസത്തിനകം ഡൽഹിയിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളുമായി ഒരു കൂടിയാലോചനയൊക്കെ നടത്തിയതിനു ശേഷം അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുമെന്നാണ് നിലവിലത്തെ വാർത്തകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ഹേമന്ത് സോറന്റെ മന്ത്രിസഭയിൽ മന്ത്രിയാണ് ഇദ്ദേഹം. ചമ്പായി ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വാർത്തകൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഈ വർഷം അവസാനം നിയമസഭാ തിരഞ്ഞെടുപ്പിന് ജാർഖണ്ഡിൽ നടക്കാൻ പോകുന്നതിന്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്ന സമയത്താണ് പുതിയ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഉടലെടുക്കുന്നത്. അദ്ദേഹത്തെ കൂടാതെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മുൻ എം എൽ എയും ബി ജെ പിയിൽ ചേർന്നേക്കും എന്ന വിവരവും കൂടെ ഉണ്ട്. 2024 ഫെബ്രുവരി 3 മുതൽ 2024 ജൂലൈ 3 വരെ നിലവിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഭൂമി കുംഭകോണ കേസിൽ തടവിലാക്കപ്പെട്ടപ്പോൾ സോറൻ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു. ജൂൺ 28-ന് മോചിതനായ ശേഷം ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം തിരിച്ചുപിടിച്ചു. ഇതോടുകൂടി ചമ്പേ സോറൻ ഒന്നുമില്ലാതായി തീരുകയായിരുന്നു. ഇതിൽ അദ്ദേഹം വലിയ രീതിയിൽ അസ്വസ്ഥനായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ടതിനു ശേഷം ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ചമ്പായ് സോറനെ പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചമ്പായ് സോറൻ തന്റെ റോളിൽ ഫലപ്രദമായിരുന്നുവെന്നും പ്രശ്നങ്ങൾ ഉയർന്നപ്പോഴൊക്കെ അദ്ദേഹം ഉടനടി പ്രതികരിച്ചെന്നും അതിനുവേണ്ട പരിഹാരം കൃത്യസമയത്ത് തന്നെ കൈക്കൊണ്ടുവെന്നും ഹേമന്ത് ബിശ്വ ശർമ്മ തുറന്നു പറഞ്ഞിരുന്നു. സോറനെ നീക്കം ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ കൊലപാതകമെന്നാണ് ഹേമന്ത് ബിശ്വ ശർമ്മ വിശേഷിപ്പിച്ചത്. നല്ല രീതിയിൽ തന്റെ കടമ നിറവേറ്റിയിട്ടും അദ്ദേഹത്തെ തന്റെ സ്ഥാനത്ത് നിന്ന് അന്യായമായി പുറത്താക്കിയതായി ആസാം മുഖ്യമന്ത്രി അന്ന് വ്യക്തമാക്കിയിരുന്നു. 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിപക്ഷ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്.